പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ ദിവസം കാണാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രി കണ്ട അനേകർ ഈ പ്രഭാതം കാണാതിരുന്നപ്പം ഒരു ദിവസം കൂടെ തല ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദി എന്ന് പറയുവാൻ താങ്ക് യു ഫോർ ഗിവിങ് ദിസ് ഡേ, താങ്ക് യു ഫോർ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലീവ് ദിസ് ഡേ. അതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നോക്ക്, ഈ ദിവസം ഞാനും നിങ്ങളുമായിരിക്കുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് കർത്താവിന് ഗോഡ് ഹാസ് ഗ്രേറ്റ് പ്ലാൻസ് അബൌട്ട് us. നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികൾ കർത്താവിനുണ്ട്. കർത്താവ് നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും എന്തൊക്കെയോ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് വി ആർ ഹിയർ ഫോർ എ പർപ്പസ്? നമ്മൾ വെറുതെ അല്ല ഈ ലോകത്തിൽ നമ്മളാരും വന്നത് അവിചാരിതമായിട്ടല്ല. ഗോഡ് ഹാസ് എ പ്ലാൻ, ഗോഡ് ഹാസ് എ പർപ്പസ്. എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുമ്പം കർത്താവിനൊരു പർപ്പസ് അതിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അതാണ് പത്രോസ്ലീഹ പറയുന്നത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ നിങ്ങൾ അധികം ശ്രമിക്കണം. എന്തിനു വേണ്ടിയാണ്? ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ കോളിംഗ്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ചുമ്മാ ജീവിച്ചു നേരമെടുക്കുന്നു, സന്ധ്യയാകുന്നു, ഉഷസ്സായി സന്ധ്യയായി, നേരമെടുക്കുന്നു. കർത്താവ് ഉഷസ്സായി സന്ധ്യയായെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അത് കർത്താവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? വെറുതെ നേരമെടുക്കുന്നു, സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു, ഞാൻ ദേ മാതൻ മലക്കാൻ പോകുന്നു, ഞാനിതാ കിടക്കുന്നു. അത് ഒരു കാര്യവുമില്ല അല്ലേ? എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു ദൈവവൈതൽ അത് തിരിച്ചറിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, കർത്താവിന് എന്തിനു വേണ്ടിയാണോ വിളിച്ചത് അതിൻ്റെ ഓപ്റ്റിമം ചെയ്യാൻ സാധിക്കും. എൻ്റെ കഴിവ് കൊണ്ടോ മിടുക്കൊണ്ടോ ഒന്നുമല്ല നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ അറിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, അതുകൊണ്ടൊന്നുമല്ല. എന്നെ ശക്തീകരിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇങ്ങനെ ഒരു സഹോദരൻ എനിക്ക് അയച്ചിരിക്കുകയാണ്. ഇറ്റ് ഇസ് എ ലോങ് മെസ്സേജ്. ഞാൻ അതിൻ്റെ കണ്ടന്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കണ്ടന്റ് ഇതായിരുന്നു: ബ്രദറെ, വൈ ഗോഡ് ഈസ് നോട്ട് ഹിയറിങ് മൈ പ്രെയർ? എൻ്റെ പ്രാർത്ഥന കർത്താവ് എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ഞാൻ നാളുകളായി ചില കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദർ ഇസ് നോ ആൻസർ. താൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ കുറവുകളാണോ, അതോ എൻ്റെ ജീവിതത്തിൽ പാപമുള്ളത് കൊണ്ടാണോ എൻ്റെ പ്രാർത്ഥന വൈ ഗോഡ് ഈസ് നോട്ട് ആൻസറിങ് മീ? ഞാൻ ഒരു കാര്യം പറയാം. പ്രൈസ്, പ്രാർത്ഥിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മറുപടി തന്നിരിക്കും. പ്രൈസ്, നോക്ക്, ഈ പ്രെയർ വിതൗട്ട് റിസീവിങ് അല്ല, പ്രെയർ വിത്ത് റിസീവിങ് ആണ് എനിക്ക് നിങ്ങൾക്കും കർത്താവ് തരാനാകുക. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവ് മറുപടി അയക്കാൻ കർത്താവ് ശക്തനല്ല. ഐ എം നോട്ട് ബിലീവിങ് ശക്തനാണ്. നോക്ക്, ഐ എം നോട്ട് ബിലീവിങ് ഇൻ എ വീക്ക് ഗോഡ്. എൻ്റെ കർത്താവ് ബലഹീനനായ കർത്താവല്ല. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ പ്രൈസ്, ഞാൻ ചോദിച്ച കാര്യം ഇനിയും കർത്താവിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, അതുണ്ട്. സ്വർഗത്തിൽ എനിക്ക് വേണ്ട സകലതും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞതാണ്. ആ ബ്രദർ ചോദിച്ച ചില കാര്യങ്ങൾ എൻ്റെ കുറവാണോ? ഞാൻ ഒരു ദൈവമക്കളോടെല്ലാം പറയാം, നിങ്ങൾക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എനിക്ക് കുറവില്ല, എൻ്റെ കുറവ് തീർത്തു. ആ ബ്രദർ ചോദിച്ച എൻ്റെ ജീവിതത്തിൽ ഇസ് ഇറ്റ് മൈ സിൻ, എൻ്റെ പാപമാണോ? ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളെ, നിങ്ങളുടെ പാപം ഒരിക്കലായി എന്നേക്കുമായി കാൽവറി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ പാപം. ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. നോക്ക്, യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 16-ന്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ചേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യു ആർ ദ റൈച്ചസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നീതിയാണ്. എന്നെ കർത്താവ് നീതീകരിച്ചു. എനിക്ക് കുറവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ കുറവുകളെ കർത്താവ് പോക്കിക്കളഞ്ഞു. ഞാൻ യേശു ക്രിസ്തുവിലോട്ട് വിശ്വസിച്ചു
വിശ്വസിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് ദൈവത്തിന്റെ നീതിയാണ്. എന്നെ കർത്താവ് നീതീകരിച്ചു. നീതിയുടെ വസ്ത്രം എൻ്റെ കർത്താവ് എന്നെ അണിയിച്ചു. പ്രൈസ്. നോക്ക്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ ഉള്ള പ്രാർത്ഥന വളരെ ഫലം, നോക്ക്, വളരെ ഫലം പ്രായം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള കരച്ചിൽ വളരെ ഫലം ഉണ്ടാക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, നിശ്ചയമായിട്ടും അതിന് മറുപടിയുണ്ട്. എൻ്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അറിയേണ്ട കാര്യം, അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി അയക്കും എന്നും അറിയേണ്ടതാകുന്നു. നമുക്ക് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വീഴ്ചയും കുറവും ഒക്കെ ചിലപ്പം ആ ബ്രദർ, ഇറ്റ്സ് എ ലോങ് മെസ്സേജ്, എനിക്ക് മുഴുവൻ ആ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വീഴ്ച ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ പാപം കാരണമാണോ? ഒന്ന്, എൻ്റെ പാപത്തെ ഒരിക്കലായി കർത്താവ് പോക്കിക്കളഞ്ഞു. ദൈവവചനം പറയുകയാണ്, ഒരുവൻ പാപം ചെയ്തു എങ്കിലോ പിതാവിന്റെ there's an advocate on the right side of the father. പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവർക്ക് വേണ്ടി ഒരാളുണ്ട്. പ്രൈസ്. ഹി ഹാസ് മേഡ് മീ. യേശുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്നത് ദൈവത്തിന്റെ നീതീകരണമാണ്. ഗോഡ് ഹാസ് മേഡ് മീ റൈച്ചസ്. അതാണ് വചനം പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ഇനി ആ പഴയ കാര്യത്തെക്കുറിച്ച് വൈ ആർ യു വെറിയിങ് അബൌട്ട് ഇറ്റ്? എനിക്ക് കുറവുണ്ടെന്ന് എന്തിനാ ചിന്തിക്കുന്നത്? എനിക്ക് കുറവില്ല. അപ്പം എനിക്ക് കുറവുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കർത്താവിന്റെ രക്തത്തെ എന്ത് ചെയ്യാണ്? മലിനമായിട്ട് എണ്ണുകയാണ്. നോക്ക്, ഈ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ കഴുകി കളയാൻ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ ഒരു തുള്ളി രക്തം മതി. പ്ലീസ്, ഹി ഹാസ് ക്ലെൻസ്ഡ് യു, ഹി ഹാസ് മെയ്ഡ് യു വൈറ്റ്. എന്നെ പുതിയ സൃഷ്ടിയാക്കി, എന്റെ പഴയ പാപം മുഴുവൻ പോക്കിക്കളഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയാണ്, ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഇനിയും ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് പറയുകയാണ്, ജഡപ്രകാരം നടക്കുന്നവർക്കല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക്. പ്രൈസ്. ദൈവമക്കൾ എന്ന് പറയുന്ന കൂട്ടം, യു ആർ മെയ്ഡ് വാക്ക്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവമക്കൾ. പ്രൈസ്. അതുകൊണ്ട് ആദ്യം ഒരു ദൈവവൈതൽ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് കുറവില്ല, ഞാൻ ദൈവത്തിന്റെ നീതിയാണ്, ദൈവം എന്നെ നീതീകരിച്ചു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നോക്ക്, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ, ദൈവവചനം പറയല്ലേ, വിശ്വാസം കേൾവിയാൽ. എങ്ങനെയാ കിട്ടണ്ടേ? ബൈ ഫെയ്ത്ത്. പിന്നെ എങ്ങനെയാ? ബൈ ഫെയ്ത്ത് ആൻഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ എന്താ ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? പ്രൈസ്. ആ കർത്താവിന്റെ വചനവുമായിട്ട് ഹാവ് ആൻ ഇന്റിമസി വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെയും വായിക്കണം, പിന്നെയും നോക്കണം, പിന്നെയും സംസാരിക്കണം, പിന്നെയും ഏറ്റുപറയണം, പിന്നെയും ധ്യാനിക്കണം. കർത്താവിന്റെ വചനം വിട്ട് മാറരുത്. പ്ലീസ്. പിന്നെ ഞാൻ ഇന്നലെ അത് വായിച്ചതാണ്, ഇന്നലെ ഞാൻ യോഹന്നാൻ വായിച്ചതാണ്, ഇന്നലെ ഞാൻ തിമോത്തിയോസിന്റെ ലേഖനം വായിച്ചതാണ്. ഇന്നലെ വായിച്ചതിന്റെ കാര്യമല്ല, ഞാൻ ഇന്നിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ വചനവുമായിട്ട് ബന്ധമുണ്ടോ? ഇന്നലെ നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ട് കാണും. പോരാ, ആ ഇന്നലെ കേട്ട പ്രസംഗങ്ങളല്ല, ഇന്നലെ കേട്ട വചനമല്ല. ഇന്ന് വാട്ട് ആർ യു ഡൂയിങ് ടുഡേ? ഇന്ന് വീണ്ടും അതിനെ റിഫ്രഷ് ചെയ്യുന്നുണ്ടോ? ഇന്നും വീണ്ടും ആ കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധമുണ്ടോ? ആ കർത്താവിന്റെ വചനവുമായിട്ട് ജീവിതത്തിൽ ആഴമേറിയ ഒരു ബന്ധമുണ്ടെങ്കിൽ യുവർ ഫെയ്ത്ത് വിൽ ഗെറ്റ് എംപവേർഡ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം ബൈ ഫെയ്ത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ, യു ക്യാൻ ഓവർകം എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നോക്ക്, ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവവചനം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലിറ്റിൽ ഫെയ്ത്ത്. ആ പത്രോസിനോട് ആ പടകിൽ നോക്ക്, കൊടുങ്കാറ്റ് വന്നപ്പോൾ അവർ ഭയപ്പെട്ട് കർത്താവിന്റെ അടുക്കൽ വന്നപ്പം കർത്താവ് അവരെ വിളിച്ച ഒരു വാക്കുണ്ട്, അല്പവിശ്വാസിയെ, അല്പവിശ്വാസിയെ. അപ്പം നമ്മള് ഒരു അല്പവിശ്വാസവുമായിട്ട് നടക്കാനല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ ധാരാളമായി വസിക്കുന്നുവെങ്കിൽ എൻ്റെ വിശ്വാസം വലുതായിരിക്കും, എൻ്റെ സംസാരം വലുതായിരിക്കും. അവിടെ എനിക്ക് സംശയമില്ല. എൻ്റെ കുറവുണ്ടോ? എനിക്ക് കുറവില്ല. എൻ്റെ കുറവുണ്ടോ എന്നൊരു തോന്നൽ പോലും. ഞാൻ പാപി അല്ലല്ലോ. എൻ്റെ പാപം പോക്കിക്കളഞ്ഞ്, പ്രൈസ്, എന്നെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഐ ബിക്കെയിം എ ന്യൂ ക്രിയേഷൻ. ഞാൻ അവനോടുകൂടെ സ്വർഗീയ തലങ്ങളിൽ കർത്താവ് എന്നെ ഇരുത്തിയിരിക്കുകയാണ്. നോക്ക്, എൻ്റെ ജീവിതത്തിൽ ഒരു പിശാച് എന്നെ നിങ്ങളെയും പറയുന്ന നുണയാണ്.
എനിക്ക് പാപമുണ്ട്, എനിക്ക് കുറവുണ്ട്. നോക്ക്, വി ആർ മിസ്ഇൻഫോംഡ്. മനസ്സിലായോ? വേറൊരു കാര്യം, പ്രൈസ്, നമ്മുടെ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് വൈ മൈ പ്രയർ ഇസ് നോട്ട് ആൻസേർഡ്? ഐ എം ലാക്ക് ഇൻഫോംഡ് ലാക്ലി. എനിക്ക് എൻ്റെ ഇൻഫർമേഷൻ കുറവാണ്. ഏതിൽ ഇൻഫർമേഷൻ? ദൈവവചനത്തിൽ, ആ ക്രിസ്തുവിലുള്ള ഉറപ്പ് ഇല്ല. അവിടെ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. എല്ലായിടത്തും ക്രിസ്തുയേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. അത് വെറുതെ എഴുതിയതാണോ? ദൈവവചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവവൈതലിനോട് നിശ്ചയമായിട്ടും പറയാം, പ്ലീസ്, ഉറപ്പോടെ പറയുക, ഒരിക്കലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അല്പവിശ്വാസമാണോ, അതോ രണ്ടാമത് വീക്ക് ഫെയ്ത്ത്, ബലഹീന വിശ്വാസം? ബലഹീന വിശ്വാസത്തിനല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. നോക്ക്, എബ്രഹാമിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഇറ്റ് വാസ് ഡിലേഡ്, അല്ലെ? 25 വർഷം നോക്ക്, തനിക്ക് വാഗ്ദത്തം ലഭിച്ചിട്ട് തനിക്ക് മറുപടി ഇറ്റ് വാസ് ഡിലേഡ്. ആ ഡിലേഡ് ആയിരുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന്. ഹി വാസ് നോട്ട് വീക്ക് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഓരോ ദിവസവും കഴിയുമ്പോൾ വിശ്വാസത്തിൽ താൻ ശക്തിപ്പെട്ടാ വന്നത്, വിശ്വാസത്തിൽ താൻ മുന്നോട്ടാ വന്നത്. ഞാൻ ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒന്ന് വായിക്കോ ഷീന, 11:6 ഒന്ന് വായിച്ചേ. നമുക്ക് എല്ലാവർക്കും ഈ വാക്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യങ്ങളാണ്. ഇത് വായിച്ചേ ഷീന. എന്നാൽ വിശ്വാസം കൂടാതെ അപ്പൊ ഫെയ്ത്ത് ആണ്. ഇന്ന് വീണ്ടും റിഫ്രഷ് ചെയ്യണം. ഇന്നലത്തെ വിശ്വാസം വേണ്ട, 2025 വിശ്വാസം വേണ്ട, 2026 ജനുവരിയിലെ വിശ്വാസമല്ല, ജൂണിലെ വിശ്വാസമല്ല, ഓഗസ്റ്റ് 19 വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? ഇന്ന് റിഫ്രഷ് ചെയ്യണം. നിങ്ങളുടെ വിശ്വാസം റിഫ്രഷ് ചെയ്യണം. ഓരോ ദിവസവും കഴിയുമ്പോൾ വിശ്വാസത്തിൽ വീക്കാകരുത്. വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ബലപ്പെടാൻ തുടങ്ങണം. എങ്ങനെയാ വിശ്വാസത്തിൽ ബലപ്പെടുന്നത്? ദൈവവചനവുമായിട്ടുള്ള ബന്ധമാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നോക്ക്, നോക്ക്, വീക്ക് ഫെയ്ത്തിനെ കുറിച്ച് ബലഹീന വിശ്വാസം. അപ്പം ഈ ബലഹീനമാകുന്നത് എങ്ങനെയാ ബലമുള്ളതായി തീരുന്നത്? വി എക്സസൈസ്, അല്ലെ? നമ്മുടെ ബോഡി, നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബോഡി ഇച്ചിരി ബലഹീനമാകുമ്പം അന്നേരം പറയും ഫിസിയോതെറാപ്പി ചെയ്യണം. കാല് വീക്കായോ? ആ ഫിസിയോതെറാപ്പി ചെയ്യണം. എന്ത് ചെയ്യാണ്? എക്സസൈസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ബലം വരുത്താൻ ഞാൻ എക്സസൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്പിരിറ്റ് നോക്ക്, എക്സസൈസ് ചെയ്യണം. എൻ്റെ ബോഡിക്കുള്ള എക്സസൈസ് എൻ്റെ ഫിസിക്കൽ എക്സസൈസ് ആണെങ്കിൽ, എൻ്റെ സ്പിരിറ്റിനുള്ള എക്സസൈസ് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് കർത്താവിന്റെ വചനമാണ്. കർത്താവിന്റെ വചനം വെച്ച് എന്ത് ചെയ്യണം? ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ സ്പിരിറ്റ് സ്ട്രോങ് ആകാൻ തുടങ്ങും. എൻ്റെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആകാൻ തുടങ്ങും. ഇവിടെ ദൈവവചനം പറയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ സാധിക്കത്തില്ല. ഐ വിൽ ബി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ 3 വാക്യങ്ങൾ. ഒന്ന് അല്പവിശ്വാസി, 2 വീക്ക് ഫെയ്ത്ത്, മൂന്നാമത് ഒരു കാര്യം ഇത്ര വലിയ വിശ്വാസം. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തതല്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നുണ്ട്, കർത്താവ് മറുപടി അയക്കുന്നുണ്ട്. ദ പ്രോബ്ലം ഇസ് ഇൻ ദ റിസീവിംഗ് എൻഡ്. അതിങ്ങനെ ഇങ്ങോട്ട് എന്റെ കയ്യിലോട്ട് അത് കിട്ടുന്നില്ല. പല ദിവസം ഐ എം മിസ്ഇൻഫോംഡ്. ദൈവവചനത്തിലാണ് ഞാൻ ഇൻഫോംഡ് ആകുന്നെങ്കിൽ ഞാൻ വീക്ക് ആകത്തില്ല. ഇല്ല, അവിടെ ഞാൻ ഐ വിൽ എക്സസൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. നീതിമാന്റെ ശ്രദ്ധയോ ദ ഫെർവെന്റ് പ്രയർ നോക്ക് ഈസ് വെരി എഫക്റ്റീവ്. ദ ഫെർവെന്റ് പ്രയർ ഓഫ് ദ റൈച്ചസ് ഈസ് വെരി എഫക്റ്റീവ്. നീതിമാന്റെ ശ്രദ്ധയോടെ കൂടെയുള്ള പ്രാർത്ഥന വളരെ, ദൈവത്തിന്റെ നീതിമാനാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും മറുപടിയുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത് ഒരു ദൈവവൈതൽ അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് കുറവില്ല. പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ല. പാപം പോക്കിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ നിങ്ങളുടെ പാപമൊക്കെയും പോക്കിക്കളഞ്ഞു.
He has dealt with ആ കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടന്നത് എൻ്റെ പാപമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, He was my substitute on the cross. എനിക്ക് പകരക്കാരനായിട്ടാണ് കർത്താവ് കിടന്നത്. ഞാൻ കിടക്കേണ്ടതായിരുന്നു, എൻ്റെ പാപമായിരുന്നു അവിടെ തൂങ്ങി. ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവാണ് അവിടെ കിടന്നത്. He substituted me. എൻ്റെ പാപമാണ്, എൻ്റെ പാപത്തെ കാൽവരി ക്രൂശിൽ കൊന്നുകളഞ്ഞു. യേശുവിനെ അല്ല, ദൈവത്തെ ആർക്കും കൊല്ലാൻ സാധിക്കത്തില്ല. യേശുവിനെ ഒന്നും കൊന്നില്ല. തൻ്റെ ജീവൻ തൻ പിതാവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ പാപം ആ കാൽവരി ക്രൂശിൽ ഹി ബിക്കെയിം സിൻ. എൻ്റെ പാപത്തെ എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഇപ്പൊ എനിക്ക് കുറവില്ല. ഒന്നാമത് ഒരു ദൈവവൈതൽ അറിയേണ്ട കാര്യം, എനിക്ക് കുറവില്ല. ജോൺ 8 പറയുന്ന പോലെ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു നോ ദ ട്രൂത്ത്. ഒന്ന് ഏറ്റവും വലുത് ഫ്രീഡം അല്ലേ? അകത്ത് കൺഫ്യൂസ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാന്നറിയോ? ഹി ബ്രിങ്സ് കൺഫ്യൂഷൻ. നീ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, നുണ പറയുന്നതിനോട്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അവന്റെ നുണയിൽ പെട്ടുപോകരുത്. ആരാ പറഞ്ഞ കിട്ടിയില്ലെന്ന്? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്റെ കർത്താവ് കേട്ടിട്ടുണ്ടോ? അവൻ മറുപടി അയക്കുക തന്നെ ചെയ്യും. എബ്രഹാം ക്ഷീണിച്ചില്ലെന്ന് എഴുതിയിരിക്കുന്നു. ഹിസ് ഫെയ്ത്ത് വാസ് നോട്ട് വീക്ക്. നിങ്ങളുടെ വിശ്വാസം വീക്കായി പോകരുത്. നിങ്ങളുടെ വിശ്വാസം ബലഹീനമായി പോകരുത്. നടക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നടന്നു. ദൈവവചനം പറയുന്നത് നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാനാവും. കിട്ടി. ഞാൻ ആ ബ്രദറിന് ഒരു നല്ല മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടു. ഞാൻ പറഞ്ഞു, ഇന്ന് ടുഗദർ വിത്ത് ജീസസ് ഞാൻ ബ്രദറിന്റെ കാര്യം പറയാപ്പോൾ ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? ക്ഷീണിച്ച് പോകരുത്. എബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ താൻ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി, ദൈവജനം പറയാം, ആശയ്ക്ക് വിരോധമായി താൻ ആശയോടെ വിശ്വസിച്ചു. അതവന് നീതിക്കായി. അപ്പൊ അവന് കണക്കിട്ടു എന്ന് പറയുന്നത് അവനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ കുറിച്ചും കൂടിയാണെന്ന് ദൈവജനം പറയും അല്ലേ? അവന് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടും. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശിയാണ്. കർത്താവിന് എന്തുണ്ടോ അത് എനിക്കും ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ്, പറഞ്ഞു പറ്റിക്കുന്ന കർത്താവ്. പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് നിശ്ചയമായിട്ടും എനിക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാത്ത എത്രയോ വിഷയങ്ങളിൽ കർത്താവ് നമ്മൾ പോലും പ്രാർത്ഥിച്ച ഒരു 10 വിഷയത്തിൽ മറുപടി കിട്ടിയില്ലായിരിക്കാം. അത്രോ ഇല്ല കേട്ടോ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും മറുപടി കിട്ടും. പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളിലും കർത്താവ് നമ്മളെ അതെ, പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ഷീന പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ചില വിഷയം പ്രാർത്ഥിച്ചു, അതിന് നമ്മൾ മറുപടി കണ്ടില്ല, പക്ഷേ അതിൻ്റെയൊക്കെ മേളിക്കൂടെ കർത്താവ് നമ്മളെ നടത്തും. ഞാൻ പലപ്പോഴും പറയും ഫ്ലൈ ഓവർ ബ്ലെസ്സിങ്. അത് ഫ്ലൈ ഓവർ ഉണ്ട്, പല വിഷയങ്ങൾ അതിന്റെ അടിയിലൊക്കെ. പറയുന്ന പോലെ രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യൻ ഉദിക്കണമെന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അതൊക്കെ ഓക്സിജൻ ഇന്നത്തെ ദിവസത്തേക്ക് ഉണ്ടോ എന്ന് നമ്മൾ തിരക്കുന്നത്. അത് നമ്മളൊന്നും തിരക്കുക, അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഇന്നത്തേക്ക് ആവശ്യം അത് ഏറ്റവും എമർജൻസി അതല്ലേ അല്ലേ? കർത്താവേ ഇന്നത്തേക്കുള്ള ഓക്സിജൻ എനിക്ക് തരണേ അല്ലേ? അതൊക്കെയല്ലേ ഏറ്റവും വലിയ എമർജൻസി. കർത്താവ് ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യങ്ങളിൽ തരാതിരിക്കൂ. ദൈവവചനം റോമൻസ് 8:32 പറയുന്ന പോലെ, സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തന്നവൻ അവനോടുകൂടെ സകലതും എന്ന് പറയുന്നത് എന്റെ ജീവനും എന്റെ ഭക്തിക്കും വേണ്ട സകലതും, എന്റെ ഈ ലോകത്തിൽ വേണ്ട എന്റെ ആരോഗ്യം, എന്റെ സാമ്പത്തിക ആവശ്യം, എന്റെ തലമുറകളുടെ ആവശ്യം നോക്ക, എന്റെ ജീവനും ഭക്തിക്കും, എന്റെ സ്പിരിച്വാലിറ്റി നോക്ക്. നമ്മൾ വി ആർ സ്പിരിച്വൽ ബീയിങ്സ്, മറന്നു പോകരുത്. നമ്മൾ ആത്മീയരാ, നമ്മൾ ജഡീകരല്ല, നമ്മൾ ആത്മീയ മനുഷ്യനാണ്. വി ആർ ദ പോർഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭാഗമാണ്. ദൈവം ഉള്ളിൽ സർവശക്തനായ ദൈവം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുക. കൊലോസി ലേഖനക്കാരിൽ പറയുന്നത് നോക്ക്, എന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ക്രൈസ്റ്റ് ലിവത്ത് ഇൻ യു. നിങ്ങളൊരു സ്പിരിച്വൽ ടെമ്പിളാണ്. ഞാൻ ദൈവമക്കളോട് പറയാം, ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല.
ഒന്നും പേടിക്കരുത്, ഒന്നും ഭയപ്പെടരുത്. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നിങ്ങളുടെ വിശ്വാസത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് മൂർച്ച കൂട്ടിക്കൊണ്ട്? ബൈ കണക്ടിങ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. എപ്പോഴും റിഫ്രഷ് ചെയ്ത് ദൈവവചനം ധ്യാനിച്ച് കർത്താവിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് നോക്ക്. ആ എക്സസൈസ് ചെയ്യുന്ന ആളുടെ ഈ ശരീരത്തെ മസിലൊക്കെ എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് മസിൽ സ്ട്രോങ് ആകുന്നത് പോലെ നമ്മുടെ സ്പിരിറ്റ് ദൈവത്തിൻ്റെ വചനത്തിലുള്ള എൻ്റെയും നിങ്ങളുടെയും ആ ബന്ധത്തിലാണ് സ്ട്രോങ് ആകുന്നത്. എക്സസൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പിന്നെയും വിളിച്ചു പറഞ്ഞു, പിന്നെയും പറഞ്ഞു, പിന്നെയും വിളിച്ചു പറഞ്ഞു, പിന്നെയും വായിച്ചു. പരാതി പറയാം ഇല്ല വരത്തില്ല. അപ്പൊ ഷിന ഒരാളുടെ വായിന്ന് വരുമ്പം ദൈവത്തിന്റെ വിഷയമായിരിക്കത്തില്ല പറയുന്നത്, വചനമായിരിക്കും പറയുന്നത്. അത്ഭുതം നടക്കും, വഴികൾ തുറക്കും, ഇല്ല ഒരിക്കലും കൈവിടത്തില്ല, എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്, എനിക്ക് വേണ്ടി വഴി തുറക്കും, എൻ്റെ കർത്താവ് വാതിൽ തുറക്കും. അപ്പൊ ആ പറയുന്നതിന്റെ അകത്തെല്ലാം അതിന്റെ അകത്ത് കർത്താവിന്റെ ഒരു വഴിയും വചനവും സൗഖ്യവും, അവൻ എന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളുടെ എതിരാണെങ്കിലും അവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് ആയിരിക്കത്തില്ല പറയുന്നത്. അവന്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദർ ഈസ് ഹീലിംഗ്. എനിക്ക് ആരോഗ്യം കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഞാൻ ബലഹീനമായാൽ എന്നെ കർത്താവ് സൗഖ്യമാക്കാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. സോ അതായിരിക്കണം സംസാരം, അതായിരിക്കണം. അയ്യോ എൻ്റെ കുറവാണോ? അല്ല അല്ല അല്ല. ദൈവമക്കൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എൻ്റെ കുറവല്ല. പ്രൈസ്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. പ്രൈസ്. യു റിസീവ് ഇറ്റ്. അതൊന്ന് മേടിച്ച് എങ്ങനെയാ? വിശ്വാസത്താൽ. ദൈവവചനം പറയാണ്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് അവകാശിയായി തീരും എന്ന്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശ്വാസം, ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. വിശ്വാസവും ദീർഘക്ഷമയും. അതിനൊന്ന് വെയിറ്റ് ചെയ്യാൻ. പണ്ടാരോട്ട് പറഞ്ഞ പോലെ ഈ കർത്താവ് വിടുതലുമായിട്ട് പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് വന്നപ്പോൾ ആള് പായലില്ല. കർത്താവിന്റെ കൂടെ അങ്ങ് നടന്നേ, ഒട്ടിപ്പിടിച്ച് അങ്ങ് നടന്നേ, ഇൻസെപ്പറേറ്റബിൾ ആയിട്ട് ദൈവരാജ്യത്തിൽ തന്നെ കർത്താവിന്റെ കൂടെ അങ്ങ് വസിച്ചേ. ചിലരൊക്കെ അങ്ങ് പിണങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരാഴ്ചയും കൂടി ഇനിയും പോയി നോക്കും. നിന്നെ ഒരാഴ്ചത്തെ കാണോ കർത്താവ്? എന്നെ നിത്യതയ്ക്കായിട്ട് കർത്താവ് വിളിച്ചിരിക്കുകയാണ്. എന്നെ കുറിച്ചുള്ള പ്ലാന് ഈ ഭൂമിയിൽ തീരുന്ന പ്ലാനിലല്ല ഞാൻ ഇരിക്കുന്നത്. കർത്താവിന്റെ എവർലാസ്റ്റിംഗ് പ്ലാനിൻ്റെ അകത്താ. എനിക്ക് നിത്യമായ ഭവനവും കൂടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വന്നത് വിഷയങ്ങളുടെ വിടുതലിനായിരിക്കാം വന്നത്. നോക്ക്, ഞങ്ങൾ വന്നത് വിഷയങ്ങളുടെ വിടുതലിനാണ്. പക്ഷേ വിടുവിക്കുന്നവനെ കണ്ടുമുട്ടി. പിന്നെ മാറാൻ പറ്റത്തില്ല. ഒരാളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു. ഇത് ഈ ഭൂമി തീരുന്ന ബന്ധമല്ല. അതാ പൗലോസ് പറയുന്ന, ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ കർത്താവിനെ പിൻപറ്റിയിരിക്കുന്നെങ്കിൽ നിങ്ങളെ പോലെ അരിഷ്ട മനുഷ്യൻ വേറെ ഇല്ല. ഈ ഭൂമി കൊണ്ട് തീരുന്ന ഒന്നും അല്ല. ഇവിടെ ആരംഭിച്ചു. ഐ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ റിലേഷൻ. ഇവിടെ ഒരു ബന്ധം ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ബന്ധം എന്നെ എറ്റേണിറ്റി വരെ, നിത്യത വരെ എന്നെ കൊണ്ടുപോകുന്ന ബന്ധമാണ്. ഞാൻ എല്ലാ ദൈവമക്കളോടും പറയാം, ഹി വിൽ ആൻസർ എവറി പ്രയർ. നിങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. ചോദിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും മറുപടി ലഭിച്ചിരിക്കും. ചിലപ്പോൾ ഈ ചോദിച്ച പോലെ ആയിരിക്കണമെന്നില്ല കിട്ടുന്നത്. അങ്ങ് ചോദിച്ച പോലെ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാണ്. അങ്ങനെയാണ് കിട്ടുന്നത്. കിട്ടുമ്പോൾ അങ്ങനെയല്ല. എൻ്റെ കർത്താവ് ഞാൻ ചോദിച്ചപ്പോഴാണോ ഇത് വരുന്നത്? ഒന്നും അല്ലെന്നേ. ചോദിക്കുന്നതിന് മുമ്പേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എനിക്കിത് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ അവർക്കിത് വേണമെന്ന് നമ്മൾ അറിഞ്ഞവർക്ക് കൊടുക്കും, അല്ലേ? അവർക്ക് നമുക്കറിയാം, ദേ നീഡ് ദിസ്, അവർക്ക് ഇത് വേണം എന്നറിയാം. രാവിലെ അതോ 2 മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട്, അല്ലയോ പിതാവേ ഫീസ് അടയ്ക്കേണ്ട ദിവസമായി, അവിടുന്ന് കരിഞ്ഞാലും അങ്ങനെയൊന്നും വന്ന് പിള്ളേർ നമ്മുടെ അടുത്ത് പറയുകയല്ലോ. ദേ ഡിമാൻഡ് അസ്, അല്ലേ? അച്ഛാ ഇന്ന് ഫീസ് അടയ്ക്കണം, എടുത്തോ, പൈസ എടുത്തോ. അങ്ങനെയാ. കാരണം ദേ ആർ ദ ചിൽഡ്രൻ. അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് പിതാവിന്റെ അടുത്ത് വന്ന് അങ്ങനെ ചോദിക്കാമെന്ന് അവർക്കറിയാം. അതുപോലെ നമ്മുടെ സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്. ആ പിതാവിന്റെ അടുത്ത് അത് തക്ക സമയത്തെ ആവശ്യത്തിന് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ മുമ്പാകെ ചെന്നിട്ട് ഡിമാൻഡ്, ഞാൻ ചോദിക്കും, എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഐ എം ദ റൈറ്റ്ഫുൾ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ എം ഹിസ് ബേബി. ഞാൻ കർത്താവിന്റെ കുഞ്ഞാണ്, ഞാൻ കർത്താവിന്റെ പൈതലാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ട്, റൈറ്റ് ഉണ്ടെന്നുള്ള ഇതാണ് ഒരു വിശ്വാസിയുടെ ഉറപ്പ്.
റൈറ്റ് ഉണ്ട്. എനിക്ക് അങ്ങോട്ട് ചെല്ലാം, എനിക്ക് ചോദിക്കാം. ഐ ക്യാൻ ഡിമാൻഡ്. ബലാത്കാരികൾ അവർ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യും. They will take it by force. അവരെ പിടിച്ചെടുക്കും. അവർ കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. മനസ്സിലായോ? കരയുന്നതുകൊണ്ടല്ല, കൂടുതൽ ബ്രദർ പ്രാർത്ഥന അങ്ങോട്ട് ശരിയാകാഞ്ഞിട്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച വചനം ഉണ്ടല്ലോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകത്തില്ലെന്ന്. ഏത് ജാതിയാ? അവിശ്വാസം എന്ന ജാതിയാ. ഞാൻ ഉപവസിക്കുമ്പം എന്റെ ജഡമാ ശരിയാകുന്നു. ഞാൻ ഉപവസിച്ചുകൊണ്ടൊന്നും അല്ല കർത്താവ് തരുന്നത്. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കർത്താവ് തരുന്നത്. ഞാൻ ഉപവസിക്കുമ്പം എന്റെ ചില അവിശ്വാസങ്ങളൊക്കെ പൊട്ടും. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ കൂടെ സമയം ഞാൻ ചെലവിടുമ്പോൾ, അത് എനിക്കാ പ്രയോജനം, കർത്താവിനല്ല. കർത്താവ് അവൻ ഉപവസിക്കുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കണം, അങ്ങനെയൊന്നും അല്ല. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. ജോൺ 14, എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഒക്കെയും നൽകപ്പെടും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് മറുപടിയുണ്ട്. God loves you. ദൈവവൈതലേ, ഒന്നാമത് അറിയേണ്ട കാര്യം, കർത്താവ് നിന്നെ സ്നേഹിക്കും. ഭയങ്കര കാര്യമാണ്. കുഴച്ചിലെല്ലാം നടന്നപ്പോഴും തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടാണോ എന്നെ തള്ളുന്നത്, ഉപേക്ഷിക്കുന്നത്? ചേർത്ത് പിടി. ഇനിയൊരു വീഴ്ച വന്നാലോ, ഒരു ദൈവവൈതലിന് ഒരു വീഴ്ച വന്നാലോ? പിതാവ് വചനം പറയാണ്, പിതാവിന്റെ വലത്തുഭാഗത്ത് ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാം. വേറെ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ വരികയും പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുകയും ചെയ്തിട്ട് പഴയ വഴികളിൽ പോയാൽ പിന്നെ അവനെ തിരുത്താൻ സാധിക്കത്തില്ല. അന്ന് കഴിഞ്ഞ് അവിടെ ലേഖനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും, ഞങ്ങളുടെ ഒരു ചിന്ത പറയുകയാണ്, ഞങ്ങളുടെ ഒരു ചിന്ത വെക്കുകയാണ്. ഞാൻ പറയുന്നത്, ഐ എം കോൾഡ് ഫോർ എറ്റേണിറ്റി. എന്നെ നിത്യതയ്ക്കായിട്ടാണ് കർത്താവ് തെരഞ്ഞെടുത്ത്. കർത്താവ് നോക്ക്, എന്നെ വിധിക്കുവല്ല, ഹി സേവ്സ് എവരിവൺ. തൻ്റെ അടുത്ത് വരുന്ന മുഴുവൻ പേരെയും രക്ഷിക്കുന്നവൻ, തള്ളിക്കളയുന്നവനല്ല. ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നാണ് കർത്താവ് നോക്കുന്നത്, ആരെ കൊണ്ടുപോകാതിരിക്കാമെന്ന്. അത് മാനുഷികമായ ചിന്തയാണ്. ആരെ കൊണ്ടുപോകാമെന്നാണ് നോക്കുന്നത്. വീഴ്ച വന്നോ, കുറവ് വന്നോ, മാനസാന്തരപ്പെട്ടോണം, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞോണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറ, കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് ക്ഷമിക്കാൻ മേലാത്ത ഒന്നുമില്ല. എന്തെങ്കിലും വീഴ്ച വന്ന നിശ്ചയമായിട്ട് ഏറ്റു പറയണം. ലോകത്ത് വീഴ്ച വരാത്തവരും കുറവില്ലാത്തവരും ആരുമില്ല. പല ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അതെന്ത് ചെയ്യരുത്, വെച്ചുകൊണ്ടിരിക്കരുത്. ലോർഡ്, ഐ എം സോറി, ഗിവ് മീ മോർ ഗ്രേസ്. കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് അധികം കൃപ തരണം. I want to lead a victorious life in this earth. എനിക്ക് ജയകരമായി എനിക്ക് ജീവിക്കണം, എനിക്ക് കൃപ വേണം. I need more of Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് വേണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എന്ന് തരും. ഒന്നിനും കുറവ് വരുന്നില്ല. കർത്താവിൻ്റെ അടുത്ത് വരുന്നവർ കർത്താവ് ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവർക്ക് പ്രതിഫലമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. മനസ്സിലായോ? കുറവൊന്നുമല്ല, പാപമൊന്നുമല്ല. എക്സസൈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം എക്സസൈസ് ചെയ്യണം. ദൈവവചനത്തിൽ ആഴത്തിൽ എക്സസൈസ് ചെയ്യണം. ദാറ്റ് സ്ട്രെങ്തൻസ് യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തും. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ തുടങ്ങും. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള മുഴുവൻ സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ മാറാൻ തുടങ്ങും. നമ്മൾ ചിലതൊക്കെ പ്രാർത്ഥിച്ചിട്ട് കണ്ടയോ, അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. വിശ്വാസം വിളിച്ചങ്ങോട്ട് പറഞ്ഞു. എക്സസൈസ് യുവർ സ്പിരിറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ വചനം വെച്ച് എക്സസൈസ് ചെയ്ത് യു വിൽ റിസീവ് എനിത്തിങ് യു ആസ്ക്.
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അളവില്ലാതെ അമർത്തി കുലുക്കി കവിയുന്നാണ് നിങ്ങളുടെ മടിയിൽ കർത്താവ് കുടഞ്ഞത്. ഐ ബിലീവ് ഇൻ ദ വേർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകാം. ലെറ്റ്സ് പ്രേ. യേശുവേ സ്തോത്രം കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ അതിരാവിലെ കർത്താവിന്റെ സന്നിധിയിൽ ആ തിരുമുഖം അന്വേഷിച്ച് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും വിടുതലുകളും സൗഖ്യങ്ങളും വഴികളും എല്ലാം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒത്തിരി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് മടുത്ത ചില വിഷയങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതലാകുവാൻ കൽപ്പിക്കുന്ന കർത്താവേ, അത്ഭുതം നടക്കണമേ കർത്താവെ. അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ. എന്റെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവും ഉറപ്പും അവർക്ക് കൊടുക്കണമേ. ചില പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. ബ്ലോക്കായിട്ട് ഭാരപ്പെടുന്ന ചില വ്യക്തികളെ എന്റെ കർത്താവ് തൊടുക. ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം തൊട്ടിരിക്കിയാൽ സ്തോത്രം. ഓരോ മക്കളുടെ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ മഹത്വം ഇറങ്ങണമേ. കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികൾ അവർക്ക് വേണ്ടി തുറക്കട്ടെ. ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കാണിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ, ഹല്ലേലൂയ, ബിസിനസ്സിലേക്ക് ക്ഷണിച്ചാൽ എന്റെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ, ആ ബിസിനസ്സിലേക്കൊന്ന് ക്ഷണിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്റെ കർത്താവിന്റെ സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷിന ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പം പ്രാർത്ഥിച്ചപ്പം ലെറ്റ് ഗോഡ് ബി ദ പ്രൊപ്പറൈറ്റർ. കർത്താവ് അതിന്റെ ഉടമസ്ഥനാകട്ടെ. കർത്താവ് മാനേജർ ആക്കിയ കർത്താവിനെ നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ ഉടമസ്ഥൻ കർത്താവാണ്. അങ്ങനെ കർത്താവിന് ഓണർഷിപ്പ് ഒന്ന് കയ്യിലോട്ടൊന്ന് കൊടുത്തേ ഒന്നിനും കുറവ് വരത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ ഇരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേലും എന്റെ കർത്താവിന്റെ കരം ഇപ്പൊ തന്നെ നീട്ടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നുള്ള ഏറ്റവും വലിയ നുണയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം അഴിയട്ടെ. എന്റെ കുറവോ എന്റെ പാപോ അതൊന്നും അല്ല. അവൻ ഈസ് പവർ, അവന്റെ ശക്തിയാണ്, അവന്റെ മഹത്വമാണ്, അവന്റെ കൃപയാണ്. യേശുവിന്റെ നാമത്തിൽ റിലീസ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. വീടുകളെ അനുഗ്രഹിക്കുന്നു, കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ഭൗതിക രംഗം, അവരുടെ വരുമാന മാർഗങ്ങൾ, അവരുടെ ആത്മീയ ജീവിതം, എല്ലാ മേഖലകളും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു മൈ ഫാദർ. നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനം പറയുന്ന ആസ്ക് so that you shall receive. അല്ലേ? ചോദിച്ചാ കിട്ടും. ചോദിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കിട്ടും. അതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ചില കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്നോർത്ത് കൺഫ്യൂസ്ഡ് ആകരുത്. അത് വരും. തക്ക സമയത്തുണ്ട്. തക്ക സമയത്ത് ഉയർത്തും. കർത്താവ് നൽകും. സ്വർഗം തരും. പിശാചിന്റെ ഏറ്റവും വലിയ നുണയാണ് നീ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറയുന്നത്. അവന്റെ നുണയാണ്. അവന്റെ നുണയിലും അവന്റെ ഭോഷ്കിലും ദൈവമക്കള് വീണു പോകരുത്. നോക്ക്, എന്റെ കർത്താവ് എനിക്ക് അവനോട് മറുപടി അങ്ങോട്ട് പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എനിക്ക് കിട്ടും. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഇന്ന് പറഞ്ഞ പോലെ ലെറ്റ് us exercise it. നമ്മുടെ സ്പിരിറ്റ് മാൻ വളരുന്നത് കാണാം, സ്ട്രെങ്ത് ഉണ്ടാകുന്നത് കാണാം, ബലഹീനമായിട്ടില്ല കുടഞ്ഞെഴുന്നേക്കുന്നത് കാണാം. രാവിലെ ഇന്ന് നേരിടാൻ ചില വിഷയങ്ങളുണ്ടോ, വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചില വഴികൾ തുറക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ചില വ്യക്തികൾ ഒരുങ്ങും. അങ്ങനെ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് വിളിച്ചു പറ. നിങ്ങളുടെ സാഹചര്യങ്ങളെ പറയാതെ വിശ്വസിക്കുന്നത് വിളിച്ചു പറയാൻ തുടങ്ങി. ആൻഡ് you will see the hand of Lord. കർത്താവിന്റെ കരം കാണുക തന്നെ ചെയ്യും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ടു മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. വി ലവ് യു. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. Until then, let us all be under the wings of the Lord. കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ നമുക്കായിരിക്കാം. God bless.